Hello friends, welcome to the new session of Ethics Using Common Sense. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ വാല്യൂസ് ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ആൻസർ റൈറ്റിംഗ് സെഷൻ എടുത്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ ഗ്യാപ്പ് വന്നു ഇപ്പോൾ ക്ലാസ്സസിൽ ഓൾമോസ്റ്റ് 1 വീക്ക് ആയി. എവറി 3 days ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നത്. ഡ്യൂ ടു സം ഹെൽത്ത് ഇഷ്യൂ നമുക്ക് ഈ വീക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റിയില്ല. വിൽ ബി കണ്ടിന്യൂയിങ് ദ ക്ലാസ്സസ്. ഇന്ന് ഹ്യൂമൻ വാല്യൂസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ടൈം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് കിടക്കാം. സിലബസ് ജസ്റ്റ് നമുക്ക് ആദ്യം സിലബസ് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഹ്യൂമൻ വാല്യൂസ് ലെസൺസ് ഫ്രം ദ ലൈഫ്സ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ്, റിഫോമേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ഈ ടോപ്പിക്ക് ആക്ച്വലി കോയിൻസൈഡ് ചെയ്ത് മറ്റൊരു സിലബസിൽ തന്നെ മറ്റൊരു പോർഷൻ വരുന്നുണ്ട്, ലൈക്ക് തിങ്കേഴ്സ് ആൻഡ് മോറൽ ഫിലോസഫേഴ്സ്. ഓക്കെ, ഈ പറയുന്നതിലുള്ള ടീച്ചിങ്സ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ്, റിഫോമേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ അതിൽ വരും. ഓക്കെ, പിന്നെ റോൾ ഓഫ് ഫാമിലി, സൊസൈറ്റി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമ്മൾ ആക്ച്വലി നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം ഓൾറെഡി കയ്യിലുണ്ടെന്ന് തന്നെ പറയാം, കാരണം എത്തിക്സിന്റെ സോഴ്സസ് നമ്മൾ പഠിച്ചില്ലേ, അതുമായിട്ട് ഏതാണ്ട് ലിങ്ക് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഓക്കെ, എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഏതൊരു ടോപ്പിക്കും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിന്റെ PYQs നിന്ന് ഏതൊക്കെ ഡയമെൻഷൻസ് നിന്നാണ് ചോദ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ PYQs നോക്കുമ്പോൾ ജസ്റ്റ് ഹ്യൂമൻ വാല്യൂസ് എടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, 2013-17 ഈ 2 ഇയേഴ്സിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന്. അതായത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് വേറെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, വാട്ട് യു മീൻ ബൈ വാല്യൂസ് ആൻഡ് എത്തിക്സ് 2013 ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ എത്തിക്സ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇൻ വാട്ട് വേസ് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബി എത്തിക്കൽ along with being professionally competent. ഓക്കെ, 2013 ചോദ്യമായിരുന്നു. ജസ്റ്റ് ചോദ്യം വായിച്ചു വിടുക, നമുക്കത് അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം നോക്കാം. 2013, സം വാല്യൂസ് ആർ ചേഞ്ചിങ്, സം വാല്യൂസ് ആർ യൂണിവേഴ്സൽ ആൻഡ് ഇറ്റേണൽ, ഗീവ് എ പെർസെപ്ഷൻ വിത്ത് ജസ്റ്റിഫിക്കേഷൻ. അതായത് ചില വാല്യൂസ് എന്താണ് ചേഞ്ച് ചെയ്യും അല്ലേ, ചില വാല്യൂസ് ചേഞ്ച് ചെയ്യും, എന്നാൽ ചില വാല്യൂസ് എന്നും ചേഞ്ച് ചെയ്യാതെ എറ്റേണൽ ആയിട്ട് ഇരിക്കും. ആ വാല്യൂസ് എല്ലാ കാലഘട്ടത്തിലും നല്ലത് തന്നെ ആയിരിക്കും. എന്നാൽ ഓക്കെ, ഇതിനെപ്പറ്റി നിങ്ങളുടെ പെർസെപ്ഷൻ എന്താണ്, അതിന് ജസ്റ്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾസ് കൊടുക്കുക. ഓക്കെ, പിന്നെ 2017 ചോദിച്ചേക്കുന്ന ചോദ്യം, ദ ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് ഇൻ മോഡേൺ ടൈംസ് ഇസ് ട്രേസ്ഡ് ടു എ നാരോ പെർസെപ്ഷൻ ഓഫ് ഗുഡ് ലൈഫ്. ഏതാണ്ട് ഒരു കോട്ട് പോലെയുള്ള ഒരു ചോദ്യം അല്ലേ. മോഡേൺ ടൈംസിൽ എത്തിക്കൽ വാല്യൂസിന് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അത് ഗുഡ് ലൈഫിനെ പറ്റിയുള്ള ഒരു നാരോ പെർസെപ്ഷൻ കാരണമാണ്. ഓക്കെ, കേൾക്കുമ്പോൾ ചിലപ്പം പോയിന്റ്സ് ഒന്നും വരുന്നില്ലായിരിക്കും, ഇറ്റ്സ് നോർമൽ. ഓക്കെ, നോക്കാം. നീഡ് ഫോർ കോമൺലി ഷെയർഡ് മോറൽ വാല്യൂസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഞാൻ ഡയമെൻഷൻ ഐഡന്റിഫൈ ചെയ്ത് എഴുതിയൊക്കെയാണ്. അതായത് കോമൺലി ഷെയർഡ് ആയിരിക്കും, എല്ലാവരിലും ഉള്ള കോമൺലി ഷെയർഡ് ആയിരിക്കേണ്ട കുറെ വാല്യൂസ് എല്ലാവർക്കും ഒരേപോലെ ആണ്. ഇപ്പൊ ഒരാൾക്ക് ഒരു വാല്യൂ മറ്റേ ആൾക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വാല്യൂ ആണെങ്കിൽ കാര്യമില്ല, സൊസൈറ്റിയിൽ ഹാർമണി ഉണ്ടാവില്ല. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫാമിലി ലെവലാണെങ്കിൽ അവിടെ എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ നീഡ് ഫോർ കോമൺലി ഷെയർഡ് മോറൽ വാല്യൂസ് എന്റെ നീഡ് എഴുതുക ആൻഡ് എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ ടെക്നോ എക്കണോമിക് സൊസൈറ്റി. നിലവിലെ ടെക്നോളജി റൂൾ ചെയ്യുന്ന അല്ലേ, എക്കണോമിക് ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യമുള്ള സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റ് നിന്ന് അനലൈസ് ചെയ്യുക. കറണ്ട് റെലവെന്റ് എക്സാമ്പിൾസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന്, ലൈക്ക് ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വന്നിട്ടുള്ള ചോദ്യം. ഓക്കെ, നമുക്ക് ഇൻട്രോ നോക്കാം. വെയിറ്റ് എ സെക്കൻഡ്. Intro. Values are basic and fundamental beliefs that guide or motivate attitudes or action. They help us determine what is value, what is important to us, and what is wrong, right or wrong. ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, വാട്ട് ഈസ് വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന വാല്യൂസ് എന്താണ്. ഓക്കെ, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്ന സാധനം എന്താണ്. അതാണ് നമ്മുടെ ഇപ്പം ഒരു വ്യക്തിയുടെ തന്നെ ഏറ്റവും ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ ബിലീഫാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കാര്യം ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്, ഇപ്പം UPSC പ്രിപ്പറേഷൻ തന്നെ വരാം. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പാഷൻ എമ്പതി ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഈ ജേർണിയിലോട്ട് ഇറക്കി തിരിച്ചത്. വേറെ ചിലർക്ക് മറ്റ് വാല്യൂസ് ആയിരിക്കും. ആ ഉള്ളിലുള്ള ബേസിക് ബിലീഫ് ആൻഡ് ഫണ്ടമെന്റൽ ബിലീഫിനെയാണ് നമുക്ക് ആ വ്യക്തിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയാണ് വാല്യൂ.
അപ്പൊ ആ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യും? ഇപ്പൊ സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ കമ്പാഷൻ എന്നുള്ള വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്ട് ചെയ്യും അല്ലേ? നമ്മൾ ചിലപ്പം നല്ല പോളിസീസ് കൊണ്ടുവരും, പോളിസിയുടെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പൊ ട്രസ്റ്റ് വർത്തിനെസ് അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അയാളുടെ ബന്ധങ്ങളിൽ എന്ത് പറ്റും? ബന്ധങ്ങളിലും അയാൾ അത് നിലനിർത്താൻ ശ്രമിക്കും, ആ സത്യസന്ധതയും ട്രസ്റ്റ് വർത്തിനെസ്സും ഒക്കെ അല്ലേ? യാ. സോ അതാണ് വാല്യൂസ്. എന്താണ് വാല്യൂന്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ ആർ ദ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ ബിലീഫ്സ് ദാറ്റ് ഗൈഡ് ഓർ മോട്ടിവേറ്റ് അവർ ആറ്റിറ്റ്യൂഡ്സ് ഓർ ആക്ഷൻസ്. ഓക്കെ. അതുപോലെ തന്നെ എത്തിക്സ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, നമ്മൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വാല്യൂസ് ആണ് അല്ലേ? ഒരു കാര്യം പറഞ്ഞു, ഒരാളെ തല്ലാൻ പറയുവാണ് നമ്മളോട് മറ്റൊരാൾ, നമുക്കറിയാം തല്ലുമ്പോഴുള്ള കോൺസിക്വൻസസ് അറിയാം, നമ്മുടെ വാല്യൂസ് നമുക്കറിയാം. ഞാൻ ഒരിക്കലും ആരെയും ഉപദ്രവിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള മറ്റേ ആളുടെ പൊസിഷനിൽ നമ്മൾ ചിന്തിക്കുന്നു. എമ്പതി എന്നുള്ള നമ്മുടെ വാല്യൂ അവിടെ നമ്മളെ മറ്റേ ആളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കുന്നു, അടി കൊള്ളാൻ പോകുന്ന ആളുടെ. അപ്പൊ അതൊക്കെ വെച്ച് ആ ഫണ്ടമെന്റൽ ബിലീഫ് സിസ്റ്റം കാരണം നമ്മൾ ആക്ട് ചെയ്യുന്നില്ല അവിടെ. ഓക്കെ. യാ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം വാല്യൂസും: നാഷണലിസം, പാട്രിയോട്ടിസം, ഇന്റഗ്രിറ്റി, ഓണസ്റ്റി, എനിത്തിങ്. നമ്മൾ എത്തിക്കായിട്ട് പറയുന്ന എല്ലാ സാധനവും വാല്യൂവിന്റെ കൂടെ പോകും. ഇറ്റ്സ് ഓക്കെ. നമ്മൾ എത്തിക്സ് വാല്യൂ ഡിഫറൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് നോക്കാം. ഓക്കെ. നോക്കാം, അത് നമുക്ക് PYQ എവിടെയെങ്കിലും എഴുതാൻ പറ്റുമായിരുന്നോ? പ്രൊഫഷണൽ കോമ്പറ്റന്റ്. യാ, ഇതിലൊക്കെ നമുക്ക് ഒരു ഡയമെൻഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ക്രൈസിസ് ഓഫ് എത്തിക്കൽ വാല്യൂസ് മോഡേൺ ടൈംസ്. ഓക്കെ. നീഡ് ഫോർ കോമൺലി ഷെയർഡ് വാല്യൂസ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് മെയിൻലി ഇത് നമ്മൾ ഇതേപോലെയല്ല കൊണ്ടുവരുന്നത്. ആക്ച്വലി ഇത് നമ്മൾ അന്ന് പറഞ്ഞ സോഴ്സസ് ഓഫ് എത്തിക്സ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യമല്ല വരുന്നത്. ബട്ട് ഈ ഒരു മാപ്പ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഈ ഒരു സ്ട്രക്ചറിൽ പഠിച്ചാൽ മാത്രമേ എന്താണ് നമുക്കത് അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോയിന്റ്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം. വാല്യൂസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേ ഫോർവേഡ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, പോയിന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു തിങ്ക് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് കിട്ടും. ഇത് ആക്ച്വലി നമുക്ക് മറ്റു ക്വസ്റ്റ്യനുകളിലും അത്ര ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല, നമുക്ക് നോക്കി അറിയാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടില്ല, പക്ഷേ നമുക്ക് വാല്യൂ അഡിഷൻ പോലെ ചിലയിടങ്ങളിൽ ഇടാൻ പറ്റുന്ന ചില പോയിന്റ്സ് ആണ് അതിലുള്ളത്. ഓക്കെ. സോ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് എന്ന് നോക്കാം. വാല്യൂസിന് അതിർവരമ്പുകളില്ല അല്ലേ? അതായത് ഇപ്പം ഒരാള് ഭയങ്കര കൈൻഡ്നെസ് ആണ് പുള്ളിയുടെ മെയിൻ സംഭവം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഗാന്ധിയെ തന്നെ എടുത്തു നോക്കാം. ഓക്കെ. അല്ലെങ്കിൽ മദർ തെരേസ, കുറച്ചും കൂടി ഫിലാന്ത്രോപിക്സ് ആൻഡ് മെഡിക്കൽ കെയർ ഒക്കെ ആയിരുന്നല്ലോ. ഒരാള് അവിടെ ചികിത്സ തേടി കിടക്കുവാണ്, ലൈക്ക് ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുവാണ്, ആൻഡ് ഷീസ് ഡിസൈഡ് ടു ഹെൽപ്പ്. അപ്പൊ അവിടെ ആ രോഗിയുടെ റേസോ കാസ്റ്റോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ആ അതിർവരമ്പുകളെല്ലാം ഇല്ലാതാവുമല്ലേ? ചിലപ്പോൾ അത് വേറെ നാഷണാലിറ്റി ആയിരിക്കാം. നത്തിങ് മാറ്റേഴ്സ് അല്ലേ? അപ്പൊ ഒരാളുടെ വാല്യൂ, ഇപ്പൊ കൈൻഡ്നെസ് ആണ് അയാളുടെ വാല്യൂ എങ്കിൽ അതിന് ഇനി എന്തൊക്കെ ബൗണ്ടറീസ് വെച്ചാലും ഏതൊക്കെ സിറ്റുവേഷൻ കണ്ടിട്ടാലും അയാൾ കൈൻഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ വാല്യൂവിന് അതിർവരമ്പുകളില്ല. വാല്യൂസ് ആർ റിലേറ്റീവ്ലി പെർമനന്റ് ആൻഡ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്. വാല്യൂസ് ആർ ഹാർഡ് ടു ചേഞ്ച്. ഓക്കെ. അതായത് ചേഞ്ച് പറ്റില്ലെന്നല്ല, വാല്യൂസ്, നമ്മുടെ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അത്രയും ഇൻഗ്രേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വാല്യൂ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കൈൻഡ്നെസ് തന്നെ ആയിക്കോട്ടെ, ഒരിക്കലും മദർ തെരേസ കൈൻഡ് അല്ലാതാവൂ എന്നല്ല അതിനർത്ഥം. ലൈക്ക് അത് അങ്ങനെ ആ വ്യക്തിയെ ആ വാല്യൂവിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ഹാർഡ്. ഓക്കെ. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പെർമനന്റ്. നമുക്ക് അങ്ങനെ എടുത്തടിച്ച് ഇറ്റ്സ് പെർമനന്റ് എന്ന് പറയാൻ പറ്റില്ല. വി ക്യാൻ സേ ഇറ്റ്സ് റിലേറ്റീവ്ലി പെർമനന്റ്. ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്, ഡൗറി സ്റ്റിൽ റിമെയിൻസ് ഈവൻ ആഫ്റ്റർ ഇറ്റ്സ് ബാൻ. ഓക്കെ. സോ വാല്യൂസ് മേ ബി ഇൻ, അടുത്ത പോയിന്റ്, വാല്യൂസ് മേ ബി ഇൻ ഹൈറാർക്കി ഓഫ് ഫോർ എ പേഴ്സൺ, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ബി അസൈൻ ടു ഡിഫറെന്റ് വാല്യൂസ്. അതായത് ഇപ്പം ഇപ്പൊ നമ്മൾക്ക് തന്നെ ആരെയാ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിലെ പറയാം അമ്മ, അച്ഛൻ, അങ്ങനെ അല്ലേ? സോ ആ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ? ഒരു ഹൈറാർക്കി വെച്ച് നമ്മൾ പറയുമായിരുന്നു കൊച്ചില്, കുഞ്ഞായിരുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന വാല്യൂസിൽ ഏത് വാല്യൂസിനാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ചോദിച്ചാൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമ്മൾ ചിലപ്പം അല്ലേ, ചിലപ്പോ ചിന്തിക്കുമ്പം ഓക്കെ, ഇവിടെ എനിക്ക് സത്യസന്ധത വേണോ എന്റെ ജോലി രക്ഷിക്കണോ, ലൈക്ക് എന്റെ കുടുംബം നോക്കണോ, ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടി വരുമായിരിക്കും അല്ലേ? സോ വാല്യൂസ് സംടൈംസ് ഫോളോസ് ദിസ് ഹൈറാർക്കി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആവശ്യം അതാണ്, അതിന് ശേഷം മതി പണവും പത്രാസും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അയാളുടെ വാല്യൂ അതാണ്. ഓക്കെ. ഇനി തിരിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, അയാളുടെ വാല്യൂ അതാണ്.
So values may be in a hierarchy for a person. Relative importance we assign to different values. അതിനൊരു എക്സാമ്പിൾ ആണ് ഡോക്ടേഴ്സിന്റെ ഹിപ്പോക്രാറ്റിക് ഓത്ത് വേർഡ് ഒന്ന് സെർച്ച് ചെയ്തോ. ലൈക്ക് ഒരു ഓത്ത് എടുക്കുന്നുണ്ട് അവര് അപ്പോയിന്റ്മെന്റ് ആവും, ലൈക്ക് അവർ ഡോക്ടറായിട്ട് അസൈൻ ചെയ്യുമ്പോൾ ഒരു ഓത്ത് എടുക്കുന്നുണ്ട് ദാറ്റ് വി ക്യാൻ കോട്ട്. അത് ആക്ച്വലി ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അതിൽ അവർ പറയുന്നുണ്ട് അവര് എന്തൊക്കെ സംഭവങ്ങൾക്കാണ് വാല്യൂ കൊടുക്കുന്നത്, എന്തൊക്കെ ഓർഡർ കൊടുക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കോ. യാ, വാല്യൂസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രഡീഷൻ, കൾച്ചർ ആൻഡ് അതർ ഇവന്റ്സ് അല്ലേ. നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്ക് ട്രഡീഷൻ വഴിയും കൾച്ചറൽ വഴിയും റിലീജിയൻ വഴിയും ആൻഡ് വി ക്യാൻ ഈവൻ സേ ഫാമിലി, സൊസൈറ്റി എല്ലാം നമുക്ക് പറയാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് രാഘവേന്ദ്ര കുമാർ, ഒരു ഹെൽമെറ്റ് മാൻ. ഓക്കെ, പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന ഒരു ഡ്രാസ്റ്റിക് ഇൻസിഡന്റ് വഴി ഉണ്ടായ ഒരു വാല്യൂ ആണ്. പുള്ളിക്ക് എങ്ങനെ ഹെൽമെറ്റ് മാൻ എന്ന പേര് വന്നെന്ന് വെച്ചാൽ, ലൈക്ക് പുള്ളിയുടെ ഫ്രണ്ട് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. ആൻഡ് വാട്ട് ഹി ഡിഡ് വാസ്, പുള്ളിക്കാരൻ രാഘവേന്ദ്ര കുമാർ പുള്ളിയുടെ വീട് പോലും വിറ്റിട്ട് ആ പൈസക്ക് ഹെൽമെറ്റ്സ് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ആ റോഡ് ആക്സിഡന്റിൽ നിന്ന് ഒരു ഹെൽമെറ്റ് ഉണ്ടായത് ചിലപ്പോൾ തന്റെ സുഹൃത്ത് രക്ഷപ്പെടുമെന്ന് അറിയാമായിരുന്നു. ആ ഒരു അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാഘവേന്ദ്ര കുമാർ ചെയ്തൊരു കാര്യമാണത്. സോ ട്രഡീഷൻ കൾച്ചർ മാത്രമല്ല, അതർ ഈവൻസ് ക്യാൻ ആൾസോ ഇൻഫ്ലുവൻസ് അസ്. ഇനി നമുക്ക് ട്രഡീഷൻ കൾച്ചർ എന്നൊക്കെ എന്ത് പറയാം, നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അന്നദാനം അല്ലെങ്കിൽ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യുന്നു. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം മിക്കവർക്കും. ഓക്കെ, അല്ലെങ്കിൽ മറ്റ് ക്ലബ് ആക്ടിവിറ്റീസ് പരിപാടികളൊക്കെ ആയിട്ടായിരിക്കാം അല്ലേ. നമ്മുടെ വായനശാലകളിലെ ഓണപരിപാടികളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനെയുള്ള ചില വാല്യൂസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി വാല്യൂസ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് മൊറാലിറ്റി. വാല്യൂസ് നമ്മൾക്ക് തന്നെ പല സ്റ്റാൻഡേർഡ്സ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് മൊറാലിറ്റി തരുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോ 5-6 പോയിന്റ് പറഞ്ഞിരുന്നു. സോ യാ, ദാറ്റ്സ് ഇനഫ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ്? സോ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് നോക്കാം. ഓക്കെ, വാല്യൂസിന് ഇമ്പോർട്ടൻസ് അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നീഡ് എന്നുള്ള ഭാഗത്ത് നമുക്കത് എഴുതാൻ പറ്റും. നീഡ് ഫോർ കോമൺലി ഷെയർഡ് മോറൽ വാല്യൂസ്, അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ എവിടെയെങ്കിലും പറ്റുമോ? ഓക്കെ, അവിടെ കൊണ്ടുവരാൻ പറ്റിയ കാര്യമാണ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് നോക്കാം. വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് ആണ് നമ്മളെ ആക്ഷന് കാരണമാവുന്നത്. സോ അത് ഇവിടെ എഴുതാം. ഇറ്റ്സ് എ ഗൈഡ് ടു ഹ്യൂമൻ കണ്ടക്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് us ഡിഫറൻഷിയേറ്റ് റൈറ്റ് ഫ്രം റോങ്. തെറ്റിൽ നിന്ന് ശരി ഏതെന്നൊക്കെ, ലൈക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് തെറ്റേത് ശരിയേതെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ നമ്മുടെ വാല്യൂസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. An example, a student finds a wallet on the road and returns it to the owner instead of keeping it, guided by honesty അല്ലേ. ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു, അവന്റെ സത്യസന്ധത കാരണം അവൻ എന്ത് ചെയ്യുന്നു, ഇത് അവിടുത്തെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഏൽപ്പിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ആ പേഴ്സിൽ നിന്ന് കാശോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സോ എടുത്തുകൊണ്ട് പോകാതെ പുള്ളി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഇനി വാല്യൂ ആണ് നമ്മുടെ ഒരു മോറൽ കോമ്പസ്. ഇപ്പൊ നമ്മൾ ചെയ്തൊരു കാര്യം ശരിയാണോ തെറ്റാണോ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ടല്ലേ. അത് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു മോറൽ കോമ്പസ് ആയിട്ട് മാറുവാണ് അപ്പോൾ വാല്യൂസ് അല്ലേ. സോ വാല്യൂ ഗൈഡ് ചോയ്സസ് ഇൻ എത്തിക്കൽ ഡിലമാസ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 2004 സുനാമി സമയത്ത് തമിഴ്നാട്ടിലെ ഫിഷർമാൻ ഹെൽപ്പ് ചെയ്ത കാര്യം. ഇത് നമുക്ക് കേരളത്തിലെ എക്സാമ്പിൾ വരുന്നത്, മലയാളികളാണ് ഇത് കാണുന്നെങ്കിൽ നമുക്ക് കേരളത്തിലെ എക്സാമ്പിൾസ് എടുത്താൽ 2018 ഫ്ലഡ് ടൈമിൽ എല്ലാവരും കൂടി ഒന്നിച്ച് അല്ലെ, ഫിഷർമാനും എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്. സോ വി ക്യാൻ സേ അബൌട്ട് ദാറ്റ് ഈ ഫൗണ്ടേഷൻ ഓഫ് ക്യാരക്ടർ. സോ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന വാല്യൂ ആണ്. ഇപ്പൊ ഗാന്ധി നോൺ വയലൻസ് വിശ്വസിച്ചു, പുള്ളി ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ, വിച്ച് വാസ് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കുന്നു. വാട്ട് എവർ ബട്ട് സോറി നോട്ട് വാട്ട് എവർ. സോ ആൻഡ് പുള്ളി ഡെഡിക്കേറ്റഡ് ആയിരുന്നു, പുള്ളി നോൺ വയലൻസ് വിശ്വസിച്ചു, അഹിംസ. ഓക്കെ, അഹിംസ പുള്ളി ഫോളോ ചെയ്തിരുന്നു. സോ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെയാണ് പുള്ളി ഫോളോ ചെയ്തിരുന്നത് അല്ലെ, നോബൽ ട്രൂത്തും കാര്യങ്ങളും. സോ അതൊക്കെ തന്നെയാണ് പുള്ളിയെ എല്ലാവർക്കും പ്രിയങ്കരനാക്കാനും പുള്ളിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും കാരണം. ആൻഡ് നമ്മൾ ഗാന്ധിയെ പറ്റി ചിന്തിക്കുമ്പോഴും ആദ്യം ഓർമ്മ വരുന്നതാണ്. സോ ഗാന്ധിയുടെ ക്യാരക്ടർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ വാല്യൂസ് കൊണ്ടാണ്. ഓക്കെ, ഫൗണ്ടേഷൻ ഓഫ് എ ക്യാരക്ടർ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ഗാന്ധിയെ കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അബ്ദുൽ കലാം. പുള്ളി ഒരു ഭയങ്കര സിമ്പിൾ ലൈഫാണല്ലേ ഫോളോ ചെയ്തത്.
ഈവൻ ദോ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും പ്രസിഡന്റിന് ശേഷം ഒരു വസതി കൊടുക്കുമല്ലോ. പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷം റിട്ടയർ ആയി പോകുമ്പോൾ ആ പൊസിഷനിൽ നിന്ന് പോകുമ്പോൾ അവർക്കൊരു വസതി എടുക്കും. പുള്ളി അത് കൈൻഡ്ലി റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീടുണ്ട്, സോ ഇപ്പോൾ വേണ്ട, എനിക്ക് വേറെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളി പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്തു. സോഷ്യൽ കൊഹഷൻ, ഷെയർഡ് വാല്യൂസ് ക്രിയേറ്റഡ് പീസ് ആൻഡ് ട്രസ്റ്റ് ഇൻ സൊസൈറ്റി. അല്ലെ, എല്ലാവർക്കും ഷെയർഡ് വാല്യൂസ് ആയിരുന്നെങ്കിൽ ലൈക്ക് നമ്മളിപ്പോൾ വാല്യൂ ഉണ്ട്, ഓക്കെ, ഇപ്പോൾ സത്യസന്ധത എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ള വാല്യൂ, ആ വാല്യൂ എല്ലാവർക്കും ഉണ്ടെങ്കിൽ, ഷെയർഡ് വാല്യൂ ആണെങ്കിൽ എന്ത് പറ്റും? നാട്ടിൽ സമാധാനം ഉണ്ടാവും അല്ലേ, പീസ് ആൻഡ് ഇന്റഗ്രിറ്റി ഉണ്ടാവും. പീപ്പിൾ ഫോമിങ് കമ്മ്യൂണിറ്റി കിച്ചൺസ് ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് അതിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ. ഷെയർഡ് വാല്യൂ ആയിരുന്നു, നാട്ടിൽ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അപ്പൊ എല്ലാവർക്കും പരസ്പരം സഹായിക്കാനായി മാറാൻ വേണ്ടി കൊണ്ടുവന്നൊരു കാര്യമായിരുന്നു അല്ലേ, കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉണ്ട്. കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒരുപാട്. സോ കോവിഡ് ടൈമിൽ നിങ്ങൾ നേരിട്ട് കണ്ട പല അനുഭവങ്ങളും എക്സ്പീരിയൻസ്, നിങ്ങൾ ഭാഗമായ പല രക്ഷാപ്രവർത്തനങ്ങളും ടൈമിലൊക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ കോട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി കുറച്ചും കൂടി ഫേമസ് എക്സാമ്പിൾസ്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലോ കമ്മ്യൂണിറ്റി ലെവലോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും, ലൈക്ക് മോർ ദാൻ പഞ്ചായത്ത് ലെവൽ. ഓക്കെ, സോഷ്യൽ കോഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി പറയാം. അതായത് വാല്യൂ സ്ട്രെങ്തൻ ഗവേണൻസ് സിസ്റ്റം അല്ലേ. നല്ല വാല്യൂസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു നല്ല വാല്യൂ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഗവേണൻസ് സിസ്റ്റം വളരെ ഇമ്പ്രൂവ് ആവും. ഒരു എക്സാമ്പിൾ ആണ് ഇ ശ്രീധരൻ, ദ മെട്രോമാൻ ഓഫ് ഇന്ത്യ. He completed the work of Konkan Railway and Delhi Metro on time without corruption, upheld professionalism and accountability. Okay. സോ നിങ്ങൾ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇന്ന് PDF ഷെയർ ചെയ്യാം. ഇനിയുള്ള ക്ലാസ്സസ് നമ്മൾ PDF മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ദ PDF മേ നോട്ട് ബി ദിസ് മച്ച് ഡീറ്റെയിൽ. ഓക്കെ, സോ നിങ്ങൾ ആ PDF ഈ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോവുക. ഓക്കെ, ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ സർവീസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരാൾ, ഈ സിവിൽ സർവീസ് ചേർന്ന് സർവീസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരാൾ, അയാളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അയാളുടെ ആ വാല്യൂ ആയിരിക്കും അല്ലേ. കമ്പാഷൻ, അയാൾ നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പാഷൻ കാരണം ഇതിലോട്ട് ഇറങ്ങി തിരിച്ച ഒരാൾ, അപ്പൊ അയാൾക്ക് കമ്പാഷൻ കാരണമായിരിക്കും അയാൾക്ക് ആ സർവീസസ് തുടരാനൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ. ആംസ്ട്രോങ് ബാമയെ അവിടെ നമുക്ക് ചെയ്യാം. ആംസ്ട്രോങ് ബാമയുടെ എക്സാമ്പിൾ ഇപ്പൊ തന്നെ എല്ലാവർക്കും സുപരിചിതമായെന്ന് വിശ്വസിക്കുന്നു. So we can bring that example as well. Okay. Okay, let's continue the discussion. So നമ്മൾ ഇതോടുകൂടി ലൈക്ക് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് നോക്കിക്കഴിഞ്ഞു. സോറി, ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നമുക്ക് ലൈക്ക് ചിന്തിക്കുമ്പോൾ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ലൈക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പൊ വാല്യൂ ഉണ്ടെങ്കിൽ അല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലേ. നമ്മുടെ ബിഹേവിയർ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ആൻഡ് ഇപ്പൊ നല്ല വാല്യൂ ഉണ്ടായി പോയാൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അളക്കുമല്ലേ, അതൊരു മോറൽ കോമ്പസോ. സോ ഇവിടെ എല്ലാം നമുക്ക് നല്ല എക്സാമ്പിൾസ് ജസ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളത് നമുക്കിവിടെ ചെയ്യാവുള്ളൂ. ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ആക്ച്വലി കയ്യിൽ നിന്ന് തനിയെ നമുക്കൊന്ന് ചിന്തിച്ചാൽ വരും. പിന്നെ നമുക്ക് എന്താ പറയാ, മോറൽ കോമ്പാസ് ആയി, ഗൈഡ് ടു ഹ്യൂമൻ കണ്ടക്ട് ആയി, പിന്നെ അതാണ് ഇതേപോലെ ഫൗണ്ടേഷൻ ഓഫ് ക്യാരക്ടർ അല്ലേ, ഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ക്യാരക്ടറിന്റെ ഏറ്റവും ബേസിക് ആണ് അല്ലേ. ഡെഫിനിഷൻ പറഞ്ഞ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ബിലീഫ് അല്ലേ, ആൻഡ് ഇറ്റ് ഗൈഡ്സ് അവർ ആക്ഷൻസ്. ആൻഡ് പിന്നെ പറയാം സോഷ്യൽ കോഹഷൻ വരും. ഷെയർഡ് വാല്യൂസ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി അല്ലേ, അത് നമ്മൾ പേഴ്സണൽ ലെവലിൽ നിന്നും സൊസൈറ്റി ലെവലിൽ നിന്നും ചിന്തിച്ചു. പിന്നെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി പറയാം. ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ സർവീസ് പറയാം. ഓക്കെ, നമ്മൾ സിലബസിന്റെ അടുത്ത പാർട്ടായ റോൾ ഓഫ് ഫാമിലി എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ്. ഇതിൽ നിന്നൊക്കെ നല്ല ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഫേവറേറ്റ് ഏരിയ ആണ്. സോ യാ, കണ്ടോ, ഫാമിലിയിൽ നിന്ന് ചോദിച്ച ചോദ്യം. ഇയർ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് PYQ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഇയേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോ. പാറ്റേൺ മനസ്സിലാവും, ലൈക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫാമിലിയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, ഹൗ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലൈഫ്, വർക്ക് എക്സെട്ര ഷേപ്പ് ബൈ ഫാമിലി ആൻഡ് സൊസൈറ്റി. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തോടും വർക്കിനോടും ഒക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ഫാമിലിയും സൊസൈറ്റിയും കൂടി നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓക്കെ, പിന്നെ അൺഡിസ്റ്റർബിൾ ആറ്റിറ്റ്യൂഡ്സ് ലേൺ ദിസ് വേ ഡിസ്കസ് സച്ച് വാല്യൂസ്. നമ്മൾ നല്ല വാല്യൂസ് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, മോശം വാല്യൂസും പഠിച്ചില്ലേ, പേട്രിയാക്കി വീട്ടിൽ നിന്നല്ലേ പഠിച്ചെടുത്തുള്ളൂ. പിന്നെ സക്സസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ പറയാം, ഡിപ്പെൻസ് ഓൺ യുവർ ഹൗസ് ഹോൾഡ്
അല്ലേ? അതുപോലെ മറ്റ് നല്ലതല്ലാത്ത വാല്യൂസ് നമ്മൾ വീട്ടിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും പഠിക്കുന്നുണ്ട് അല്ലേ? യാ. സോ അങ്ങനെയുള്ള വാല്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ ക്യാൻ സച്ച് വാല്യൂസ് ബി ചേഞ്ച്ഡ് ആൻഡ് ഗുഡ് വാല്യൂസ് ബി കൾട്ടിവേറ്റഡ്. എങ്ങനെ നല്ല വാല്യൂസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാം? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഉത്തരം വന്നു തുടങ്ങിയോ? എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം? ട്രെയിനിങ് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം അല്ലേ? യാ. സോ നമുക്ക് നോക്കാം. ഇനി സൊസൈറ്റിയിൽ നിന്ന് ചോദിച്ച ചോദ്യം. Increasing instance of sexual violence against women. Despite legal provision, such incidence is on the rise. Suggest some innovative measures to tackle this menace. So, minutes. So yeah, നോക്കാം. ലൈക്ക് സെക്ഷൽ വയലൻസ് അഗേൻസ്റ്റ് വുമൺ കൂടി വരുന്നു. ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടായിട്ടും ഇത് കൂടുകയാണ്. ഓക്കെ, സൗണ്ട്സ് ലൈക്ക് എ GS ക്വസ്റ്റ്യൻ, ബട്ട് നമ്മൾ എത്തിക്കൽ പെർസ്പെക്റ്റീവ് നിന്ന് ഉത്തരം എഴുതണം അല്ലേ? കാരണം നമ്മൾ ലീഗലി മാത്രം കാര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? സോ ലൈക്ക് ഇപ്പം ഇത് ചെയ്യുന്നവർക്ക് ലീഗൽ ശിക്ഷ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് നിൽക്കില്ലല്ലോ. അവർക്ക് ഡെയിലി നല്ല വാല്യൂസ്, മറ്റൊരാളെ ഉപദ്രവിക്കുമ്പം അയാൾക്കുണ്ടാവുന്ന ട്രോമ എന്താണെന്ന് അയാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ ഒരിക്കലും ബോധാവസ്ഥയിൽ ഇങ്ങനെ ഒരു ബാഡ് തിങ് ചെയ്യില്ല. ഓക്കെ, സോ യാ, ആ രീതിയിൽ നമ്മൾ എത്തിക്കൽ സംഭവമാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ നിയമത്തിന് ലൂപ്പോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ പോയിന്റ്സ് നമുക്ക് എഴുതാം, ബട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള പോയിന്റ്സിലായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ വരെ വരുന്നുണ്ട് ഈ പോയിന്റ്സ് ആഫ്റ്റർ നമ്മുടെ ടോപ്പിക്സ് കവർ ആയതിനു ശേഷം ഇൻ ഡിഫറെന്റ് ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്സ്. ഓക്കെ, പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ കൊടുക്കുക. അവിടെ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ വേണം ഉത്തരം എഴുതാൻ. ഓക്കെ, പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇൻ കറന്റ് സൊസൈറ്റി, അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നു. അതിന്റെ കോൺസിക്വൻസസ് എന്താണ്? വാട്ട് ക്യാൻ യു ഡു അറ്റ് ദ പേഴ്സണൽ ലെവൽ ടു മേക്ക് യൂസർ ട്രസ്റ്റ് വർത്തി? ഓക്കെ, നോക്കാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് സോഷ്യൽ വാല്യൂസ് ആർ സോഷ്യൽ വാല്യൂസ് ഗ്രേറ്റർ ദാൻ എക്കണോമിക് വാല്യൂസ് എന്നായിരുന്നു ചോദ്യം. ഡിസ്കസ് വിത്ത് എക്സാമ്പിൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഓഫ് എ നേഷൻ. അപ്പൊ ഈ ഒരു ആംഗിളിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. The current internet expansion has instilled a different set of cultural values which are in conflict with traditional values. Current values, traditional values തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റിയൊരു ചോദ്യം വന്നിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. പിന്നെ എഡ്യൂക്കേഷനിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ. Education is not an injection. It is an effective and pervasive tool for all-round development of an individual and social transformation. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വെളിച്ചത്തിൽ ഇത് അനലൈസ് ചെയ്യുക എന്നതായിരുന്നു ചോദ്യം. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് പാറ്റേൺസ് അല്ലെങ്കിൽ തീംസ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കില്ല, പാറ്റേൺസ് ഓഫ് തീംസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഒരു കറണ്ട് അഫയേഴ്സ് വെച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് ലിങ്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ അല്ല, ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ആൻഡ് പെർവേസീവ് ടൂൾ ഫോർ ഓൾ റൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. സോ അത് ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി എഡ്യൂക്കേഷനിൽ നിന്ന് ചോദിച്ച മറ്റൊരു ഓൺലൈൻ മോഡ് ഓഫ് ടീച്ചിങ് ആൻഡ് മീറ്റിംഗ്സ്. അതിപ്പോ ഭയങ്കരമായിട്ട് പ്രോമിനന്റ് ആകുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഫോർ ബെനിഫിഷ്യറീസ് ആൻഡ് സിസ്റ്റംസ്. ഇങ്ങനെയുള്ള ഓൺലൈൻ മോഡ് ഓഫ് ടീച്ചിങ്സും മീറ്റിംഗും വെക്കുന്നതുകൊണ്ടുള്ള ബെനിഫിഷ്യറീസ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുക. പിന്നുള്ളത് ഡിസ്ക്രൈബ് ആൻഡ് ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഫോർ ദ വൾനറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അല്ലെ, വൾനറബിൾ സെക്ഷൻസിന് ഇവിടെ ഫേസ് ചെയ്യുന്ന എത്തിക്കൽ ഇഷ്യൂസ്. ഓക്കെ, അല്ലാതുള്ള കണക്ടിവിറ്റി ഇഷ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് GS വലിയ പ്രയോറിറ്റി കൊടുത്തിരുതാം. ഈ പോയിന്റ്സ് ആ പോയിന്റ്സ് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രയോറിറ്റി കുറയ്ക്കണം. പിന്നെ എത്തിക്കൽ ഇഷ്യൂസിനായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി. ഓക്കെ, എത്തിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ കൾച്ചറും പരിപാടിയൊക്കെ കുറച്ചും കൂടി നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, യാ, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, സോ റോൾ ഓഫ് ഫാമിലി, എഡ്യൂക്കേഷൻ, സൊസൈറ്റി ഇൻ ഇൻകൾക്കേറ്റിംഗ് വാല്യൂസ്. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കോട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചോ, നമ്മൾ കൺക്ലൂഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. മിക്കവാറും ഇത് PYQ ഒരു ചോദ്യമായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോട്ടാണ്. ഫോർ ദ കൺട്രി ടു ബി കറപ്ഷൻ ഫ്രീ ആൻഡ് ടു ബിക്കം എ നേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ മൈൻഡ്സ്, only 3 key societal members can make a difference: father, mother and teacher. ഓക്കെ, സോ ഒരു കൺട്രിക്ക് കറപ്ഷൻ ഫ്രീ ആവാനും അതുപോലെ ടു ബി എ നേഷൻ വിത്ത് ബ്യൂട്ടിഫുൾ മൈൻഡ്സ് 3 കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്ത് നിർത്താൻ പറ്റൂ. ഒന്ന് അച്ഛൻ, അമ്മ, ടീച്ചർ. ഇതുവഴി ടീച്ചറിന്റെ പ്രാധാന്യം ആൻഡ് റോൾ ഓഫ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ ഇവിടെ ഇപ്പൊ കാണിക്കുവാണ്. ഡയറക്ട്ലി എക്സ്പ്ലിസിറ്റ് ആയിട്ട്
പറയുന്ന ഒരു അടിപൊളി കോട്ടാണ് അബ്ദുൽ കലാമി പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റോൾ ഓഫ് ഫാമിലിയിലോട്ട് പോകാം. അല്ലേ, ഫാമിലിയാണ് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് സോഷ്യലൈസേഷൻ. അല്ലേ, നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് ഇടപെടുന്നത് നമ്മുടെ അമ്മയും അച്ഛനോടും ഒക്കെ തന്നെ, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരോട് തന്നെ. സോ ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ഓഫ് സോഷ്യലിസം. ചൈൽഡ് ഒബ്സർവ്സ് ആൻഡ് ഇന്റർനലൈസ് പേരൻസ് ബിഹേവിയർ. അല്ലേ, നമ്മൾ കൊച്ചിലെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് അനുകരിച്ചായിരിക്കും. ജസ്റ്റ് അവരെന്താ ചെയ്യുന്നത് പോലും അറിഞ്ഞൂടാ. ജസ്റ്റ് പറയുന്ന ഡയലോഗും അല്ല കൂട്ടിക്കിടക്കുന്ന തത്തയെ പോലെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. അമ്മ 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 എന്ന് കുറെ വട്ടം അവർ പറയുമ്പോൾ ലൈക്ക് നമ്മൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലേ, അതുപോലെ ട്രാൻസ്മിഷൻ ഓഫ് കോർ വാല്യൂസ്. ഇപ്പം നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. നമ്മുടെ പല പല വാല്യൂസും ലൈക്ക് നമ്മളിപ്പോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ പറയും, ഓ അച്ഛൻ തന്നെ, അല്ലെങ്കിൽ ഓ ചേട്ടൻ തന്നെ, അല്ലെ, ആ രീതിയിലുള്ള കമന്റ്സ് വരാറുണ്ടല്ലേ. സോ യാ, പല വാല്യൂസും നമുക്ക് നമ്മുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ തല്ലി പഠിപ്പിച്ചിട്ടുണ്ടാവാം, വാട്ടെവർ. നമ്മൾ വീട്ടുകാരിൽ നിന്ന് പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുകയോ അനുകരിക്കുകയോ, അല്ലെങ്കിൽ പല വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യസന്ധതയാകാം, റെസ്പെക്ട് ചെയ്യുന്ന എൽഡേഴ്സിന്, എമ്പതി ആകാം, റെസ്പോൺസിബിലിറ്റി ആവാം, ഡിസിപ്ലിൻ ആവാം, മറ്റ് വാല്യൂസ്. നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് വാല്യൂസ് അവിടെ കോട്ട് ചെയ്യുക. ഓക്കെ, റോൾ മോഡൽ. അല്ലേ, നമുക്ക് ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ നമ്മുടെ റോൾ മോഡൽസ് ആവാം. ചിലർ പറയുന്നുണ്ട് എന്റെ ഡാഡയാണ് എന്റെ സൂപ്പർ ഹീറോ, എന്റെ ഗ്രാൻഡ് ഫാദറാണ് എന്റെ സൂപ്പർ ഹീറോ എന്നൊക്കെ. അല്ലേ, അതുപോലെ നമുക്കിവിടെ ഗാന്ധിയുടെ എക്സാമ്പിൾ പറയാം. ഗാന്ധി പറയുന്നുണ്ട് തങ്ങളുടെ അമ്മയുടെ ലൈക്ക് ഡിവോഷൻ ആൻഡ് ട്രൂത്ത്ഫുൾനെസ് കാരണമാണ് പുള്ളിക്ക് ആ സത്യ എന്ന മാർഗം പുള്ളി പുള്ളി ഇംപ്രസ്ഡ് ആവുന്നതെന്ന്. ഓക്കെ, ഇനി പറയാം മോറൽ ആങ്കറിങ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. ഓക്കെ, സോ നമുക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്കൊരു മോറൽ സപ്പോർട്ടൊക്കെ ആയി വരുന്നത് നമ്മുടെ പേരൻസ് ആയിരുന്നു, ആണും. അല്ലേ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെ വരുമ്പം അത് സോൾവ് ചെയ്യാനൊരു മാർഗം പറയാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനും ഒക്കെ ശ്രമിക്കുന്നത് അവർ തന്നെയാണ്. പേരൻസ് അഡ്വൈസിംഗ് ദ ചിൽഡ്രൻ നോട്ട് ടു ചീറ്റ് ഇൻ എക്സാം ഈവൻ ഇഫ് അതേഴ്സ് ഡു ഇറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ഹെൽപ്പിംഗ് ദ നീഡി ഈവൻ വെൻ വി മേ നോട്ട് ഹാവ് ഇനഫ്. അല്ലേ, പല കുടുംബങ്ങളും പ്രത്യേകിച്ച് വാർ സ്ട്രൈക്കൺ രാജ്യങ്ങളിലൊക്കെ പല കുടുംബങ്ങളും ഇത് ചെയ്യാറുണ്ട്. അതൊക്കെ കുട്ടികളും കണ്ടുപിടിക്കാറുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും എക്സാമ്പിൾസേ ഉള്ളൂ. അല്ലേ, നമ്മൾ ചുമ്മാ കൊണ്ടിരുത്തി ചുമ്മാ ഒരു ഇത്രയോ സമയം നിന്ന് ടെസ്റ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് ഇടാൻ പോകുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ ഇത്. ഓക്കെ, റോൾ ഓഫ് ഫാമിലി. പിന്നെ നമുക്കറിയാം ഇമോഷണൽ സപ്പോർട്ട്, എമ്പതി, nurtures compassion and empathy. Parents donating eggs during floods learn compassion and solidarity. ഇനി പറയാം കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ കണ്ടിന്യൂറ്റി. അല്ലേ, ഇപ്പൊ ഫെസ്റ്റിവൽസ് വഴിയും റിച്വൽസ് വഴിയൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു കൾച്ചറിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ്. ഇതുവഴി നമുക്ക് ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനും ടോളറന്റ് ആവാനും ഒക്കെ പറ്റും. അല്ലേ, ഇപ്പം ഇത് സമയത്ത് നമ്മൾ മറ്റു സുഹൃത്തുക്കളെ, മറ്റ് വിശ്വാസത്തിൽ വരുന്ന സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ വിളിക്കുന്നു, അതൊരു ഓണ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ കൾച്ചർ ആൻഡ് ട്രഡീഷണൽ കണ്ടിന്യൂറ്റി, അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയും ഉറപ്പാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഗുണങ്ങൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചപ്പോൾ കണ്ടായിരുന്നു ഗുണങ്ങളും ദോഷങ്ങളും എഴുതാനൊക്കെ പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു. സോ നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഡിസഡ്വാൻറ്റേജസും കൂടി അഡ്രസ് ചെയ്ത് പോകണം. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, അതായത് ഫാമിലിയുടെ റോൾ ഓഫ് ഫാമിലി പഠിപ്പിക്കുന്ന എത്തിക്കൽ വാല്യൂസിന്റെ ഡിസഡ്വാൻറ്റേജസ്. അല്ലേ, ടീച്ചിങ് റിഗ്രസീവ് ആൻഡ് അൺജസ്റ്റ് തിങ്സ്, പേട്രിയാർക്കി, ജെൻഡർ വയലൻസ്, സ്റ്റീരിയോടൈപ്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. അല്ലേ, ഇനി എന്ത് പറയാം, കോൺഫ്ലിക്ട് ഓഫ് വാല്യൂസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് മെനി ജനറേഷൻസ്. നമുക്കറിയാം നമ്മുടെ അച്ഛന്റെ ശരിയും അപ്പൂപ്പന്റെ ശരിയും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. അതിൽ നമ്മുടെ ശരികളിലോട്ട് വരുമ്പോൾ വളരെ 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 വലിയ വ്യത്യാസങ്ങളുണ്ട്. സോ ദാറ്റ്സ് ഓക്കെ. സോ ഇറ്റ്സ് എ കോൺഫ്ലിക്ട് ഓഫ് വാല്യൂസ് നമുക്ക് വേണേൽ അറൈസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് എ മോറൽ ഡിലമ. അല്ലേ, സോ എന്തൊക്കെ പറഞ്ഞാലും സോ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിവേസ് വി ഷുഡ് ബി റൈറ്റിംഗ് ഇറ്റ് ഇൻ എ പോസിറ്റീവ് നോട്ട്. ഈവൻ ദോ വി ഹാവ് ദിസ് മച്ച് ഡിസഡ്വാൻറ്റേജസ്, ദ ഇമ്പാക്ട് ഓർ ദ എന്താണ് the impact is undeniable. So however it continues to be the first and most important institution of value inculcation. ആ ഒരു രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റോൾ ഓഫ് ഫാമിലി ചോദിക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റേ കോട്ട്, അബ്ദുൽ കലാമിന്റെ ആ കോട്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവാം. സോ ഫൗണ്ടേഷൻ റോൾ ഇൻ ക്യാരക്ടർ ബിൽഡിംഗ്. ഫസ്റ്റ് ഫോർമൽ ഓർ സ്ട്രക്ചർ
ചൈൽഡ് ഇന്ററാക്ട്. ഓക്കെ, ഫോർമൽ സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മുടെ ഒരു ചൈൽഡ്, ഇപ്പൊ ഈവൻ നമ്മൾ എടുത്താലും നമ്മൾ ആദ്യമായിട്ട് ഇടപെടുന്ന ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്കൂൾ എന്ന് പറയുന്നത്, അല്ലേ? ഒരു റൂൾ ഉണ്ട് അവിടെ. അവിടെ ലൈക്ക് ഈവൻ ദോ അത് ഇൻഫോർമൽ പ്ലേസ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ടെങ്കിലും വിത്ത് അവർ ഫ്രണ്ട്സ് ഇറ്റ്സ് എ ഫോർമൽ പ്ലേസ്, അല്ലേ? യാ. സോ ഒരു ചൈൽഡ് ആദ്യമായിട്ട് സൊസൈറ്റിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫോർമൽ പ്ലേസ് അത് സ്കൂളായിരിക്കും. സോ അവിടെ നിന്ന് നമുക്ക് പല വാല്യൂസ് കിട്ടും. ഡിസിപ്ലിൻ, പഞ്ച്വാലിറ്റി, കോപ്പറേഷൻ, റെസ്പെക്ട്, റൂൾസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ കരിക്കുലം ഉണ്ടായിരിക്കും, അല്ലേ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഒരു കരിക്കുലം ഉണ്ടാകും, അല്ലേ? കരിക്കുലം വഴി നമുക്ക് കുറെ മോറൽ വാല്യൂസ് കിട്ടും. ഇപ്പൊ പ്രിയാമ്പിൾ, നമ്മൾ NCERT ബുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രിയാമ്പിൾസ് ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. അതിലെ വാല്യൂസ് ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അല്ലേ? അതെല്ലാം നമ്മൾ ആ കരിക്കുലം വഴി നമ്മൾ ഇൻബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ഡൽഹീസ് ഹാപ്പിനെസ് കരിക്കുലം ടു ഇംപ്രൂവ് ദ മെന്റൽ വെൽബീങ്. അത് നമുക്ക് പറയാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. ഇനി പറയാം കോ കരിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ്, അല്ലേ? അതായത് NSSഉം NCC ഒക്കെ ഉണ്ടല്ലോ. അതുവഴി, അതുപോലെ തന്നെ സ്പോർട്സ് ടീംസും ബാക്കി പരിപാടിയുണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് എന്താണ്, സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ടുവരാം, ടീം വർക്ക് കൊണ്ടുവരാം, കോപ്പറേഷൻ വരുവാണ് കുട്ടികൾ തമ്മിൽ. സോ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ടീച്ചേഴ്സിനെ നമ്മൾ റോൾ മോഡൽസ് ആക്കി മാറ്റാറുണ്ട്, അല്ലേ? ഇപ്പൊ ഒരു ടീച്ചർ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുവാണ്, അല്ലേ? ടീച്ചറിന്റെ മകളും ക്ലാസ്സിലുണ്ട്, പക്ഷേ മാർക്ക് ഇടുമ്പോഴൊക്കെ ആ ഫെയർനെസ്സോടെ തന്നെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ലൈക്ക് വി റെസ്പെക്ട് ദാറ്റ്, അല്ലേ? നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ആ ടീച്ചറിനെ ഓർക്കുമ്പോൾ ഓക്കെ, അവരുടെ ക്ലാസ്സിലിട്ട് മിസ്സിന്റെ മോള് തെറ്റ് ചെയ്തപ്പോഴും അടിച്ചിട്ടുണ്ടാവാം. അടിക്കുന്നത് ശരിയാണെന്നല്ല, ബട്ട് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ റോൾ മോഡൽസ് ആക്കാറുണ്ട്, അവരുടെ ഫെയർനെസ്സും കാര്യങ്ങളൊക്കെ വെച്ച്. അതുപോലെ പേഷ്യന്റ് കണക്കിന്, നമ്മൾ പലരും കണക്കിന് ബുദ്ധിമുട്ടിയവരായിരിക്കും കണക്ക് പഠിക്കാൻ. സോ ഭയങ്കര പേഷ്യന്റ് ആയിട്ട് ആ കുട്ടിയോട് ഇരുന്ന് ആ കണക്ക് സോൾവ് ചെയ്ത് ഒരു അടി പോലും അടിക്കാതെ വഴക്ക് പറയാതെ ചെയ്ത ഒരു ടീച്ചറിനെ നമ്മൾ ഒരിക്കലും മറക്കൂല. അപ്പൊ അത് നമ്മൾ റോൾ മോഡൽസ് ആയിരിക്കും. ആൻഡ് പിയേഴ്സ്, യാ. സ്കൂളിനെ പറ്റി പഠിക്കുമ്പോൾ സ്കൂളിന്റെ കരിക്കുലം പറഞ്ഞു, സ്കൂൾ എൻവയോൺമെന്റിനെ പറ്റി പറഞ്ഞു, അല്ലെ? എൻവയോൺമെന്റ് എന്തൊക്കെ, NSS, NCC, ടീം വർക്ക്, അതെല്ലാം പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറയുന്നു, അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി പിയേഴ്സ്, പിയേഴ്സ് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആയി മാറുന്നത്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഓക്കെ, പല റിലീജിയസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ കാണും. നമ്മൾ അവരോട്ടെല്ലാം ഒന്നിച്ച് സഹവസിച്ച് ഫണ്ണായിട്ട് മുന്നോട്ട് പോകും. ആൻഡ് വി ഈവൻ ഷെയർ മീൽസ്, അല്ലേ? മീൽസ് ഷെയർ ചെയ്യും. അതുപോലെ മറ്റ് എക്സ്പീരിയൻസസ് നമുക്ക് അവരുമായിട്ടുണ്ടാകും. ഓക്കെ, ഈ ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം. കാണാപ്പെടുത്തുവാണ്. ഈ വാല്യൂസ് ഒക്കെ കാണാൻ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പൊളിറ്റിസൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അല്ലേ? പൊളിറ്റിസൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ കാരണം ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പഠിക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് സർട്ടൻ മോറൽ വാല്യൂസ് ആൻഡ് സർട്ടൻ കൾച്ചറൽ വാല്യൂസിന് മാത്രം എംബസസ് കൊടുക്കപ്പെടാറുണ്ട്. ഇൻക്രീസിങ് എംബസസ് ഓൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അത് നമുക്ക് പറയാം, അല്ലേ? ഇപ്പം സ്റ്റെം സ്റ്റെം എഡ്യൂക്കേഷൻ, അല്ലേ? ലൈക്ക് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അങ്ങനെയുള്ള സബ്ജക്ട്സിനാണ് കൂടുതൽ ഇത് പോകുന്നത്. എത്തിക്സും, നമുക്ക് എന്താണ് എത്തിക്സ് ഒക്കെ സ്കൂളിൽ പഠിപ്പിച്ചെന്ന എന്തെങ്കിലും ഇഷ്യൂ വരുമ്പം എടുത്തിട്ട് പൊട്ടിക്കുന്നല്ലാതെ, ഇത് തെറ്റാന്നല്ലാതെ നമുക്കും കിട്ടിയിട്ടില്ല എത്തിക്കൽ എഡ്യൂക്കേഷൻ. സോ അതൊക്കെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പുവർ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പറയാം. ഇപ്പൊ NEP വന്നെങ്കിലും അങ്ങനെ വലിയ മാറ്റങ്ങളില്ല, എന്റെ ഇംപ്ലിമെന്റേഷനിലെ പോരായ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാം. ബട്ട് ഹൗ ഷുഡ് വി കൺക്ലൂഡ് ഇറ്റ്? വി ക്യാൻ ബ്രേക്ക് ദാറ്റ് അബ്ദുൽ കലാം കോട്ട്, ഓർ വാട്ട് വി ക്യാൻ ഡു? നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഫോർമൽ പ്ലേസ് ഓഫ് ഇന്ററാക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ സക്സസ്ഫുൾ institution in inculcating values in children. Let's look at the role of society. Okay, അതുകൂടി ആകുമ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നമുക്ക് കഴിയും. നോക്കാം. സോഷ്യലൈസേഷൻ, ട്രാൻസ്മിറ്റിംഗ് ഷെയർഡ് നോംസ്, ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ടു ഇൻഡിവിജ്വൽസ് ത്രൂ ഫെസ്റ്റിവൽസ്, കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻ, എക്സെട്ര. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോഷ്യലൈസേഷൻ, അല്ലേ? സൊസൈറ്റി വഴി നമ്മൾ സോഷ്യലൈസേഷൻ, ഉത്സവം ആകുമ്പോൾ നമ്മളല്ലേ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അപ്പുറവും ഇപ്പുറവും എല്ലാം കൂടി, അത് അപ്പുറത്തെ വീടുകാരും എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ആഘോഷിക്കുന്നു. അതിൻ്റെ ഒരു നാട് മുഴുവൻ ഒരു ആഘോഷം ആഘോഷിക്കുവാണ്. അവിടെ കോപ്പറേഷൻ വരും. ചിലപ്പോൾ നമ്മൾ ഉത്സവത്തിന്റെ ഒരു ഫ്ലോട്ട് ഇറക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെണ്ടമേളം ഇറക്കുമായിരിക്കും. സോ ആ സൊസൈറ്റി മൊത്തത്തിൽ അത് കൂടെ സംഭവം വിജയകരമാക്കി മാറ്റുവാണ്. സോ ആ രീതിയിലുള്ള ഷെയർഡ് വാല്യൂസ് ആൻഡ് ഷെയർഡ് ആയിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുവാണ്.
സോഷ്യലൈസേഷൻ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ എടുത്തെത്തുമ്പോൾ അത് കളക്റ്റീവായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും അല്ലേ, അത് സൊസൈറ്റിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം, വില്ലേജ് പഞ്ചായത്ത് പ്രൊമോട്ടിംഗ് വാട്ടർ കൺസർവേഷൻ ഓഫ് ക്ലീൻലിനെസ് ക്യാമ്പയിൻസ്. ഓക്കെ, സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വില്ലേജ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റീസോ ഒക്കെ ക്ലീൻ ക്ലീൻലിനെസ് ഡ്രൈവ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം സൊസൈറ്റിയിലെ ചില ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ ബീച്ച് വൃത്തിയാക്കാൻ പോകും. ഓക്കെ, ഓക്കെ, അത് നമുക്ക് സ്കൂൾസിലും എഴുതാം. പല സ്കൂൾസിലും ഒക്കെ NCC NSSന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ പോകാറുണ്ടല്ലേ ക്ലീൻലിനെസ് ക്യാമ്പയിൻസ് ഒക്കെ. മാർക്കറ്റിലും ബീച്ചസിലും ഒക്കെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. പിയർ ഇൻഫ്ലുവൻസ് പറയാം, ടീം വർക്ക്, എമ്പതി, ഇന്റഗ്രിറ്റി. ഓക്കെ, നമ്മൾ സ്കൂൾ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ നമുക്കുള്ളത്, നാട്ടിലെ പാടത്ത് കളിക്കാൻ നിർത്തിയ ഫ്രണ്ട്സ് ഇല്ലേ, സോ അത് നമ്മുടെ സൊസൈറ്റി സർക്കിളിൽ വരും. ഓക്കെ, എക്സാമ്പിൾ വോളണ്ടിയറിംഗ് വിത്ത് ഫ്രണ്ട്സ് ഇൻ സോഷ്യൽ വർക്ക് ഓർ ഡിസാസ്റ്റർ റിലീഫ്. ഓക്കെ, യാ, നമുക്കറിയാം ഈ ക്ലബ് ആക്ടിവിറ്റീസ് ആൻഡ് ഈ ചിലയിടങ്ങളിൽ, എല്ലായിടത്തും ഉണ്ടോ നമ്മുടെ ഈ ലൈബ്രറിയും ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഫ്ലഡ് സമയത്തൊക്കെ ഞങ്ങളുടെ അവിടുത്തെ ക്ലബിലെ ചേട്ടന്മാരെല്ലാം ലൈക്ക് they were like how much they were working hard to contribute to the flood relief camps and all. So അതൊക്കെ നമുക്കിവിടെ കോട്ട് ചെയ്യാവുന്നതാണ്. കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ പ്രാക്ടീസസ്, ഫോക്ക് ആർട്ട്, ലിറ്ററേച്ചർ, സ്റ്റോറീസ്, they convey moral lessons, പഞ്ചതന്ത്ര ടേൽസ്, ജാതക ടേൽസ് എക്സെട്ര. അപ്പൊ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ലൈക്ക് സൊസൈറ്റി ഇവോൾവ് ലൈക്ക് ഈ നമ്മുടെ ആ കൃതികളെല്ലാം ലൈക്ക് സൊസൈറ്റിയുടെ പാർട്ടായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ അതിൽ നിന്നൊക്കെ നമുക്ക് മോറൽ വാല്യൂസും എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. ഇത് നമുക്ക് അവിടെയും പറയാം, ഫാമിലിയിലും പറയാം. മുത്തശ്ശി കഥയിൽ നിന്നൊക്കെ നമുക്ക് മോറൽ വാല്യൂ എഴുതാം, മോറൽ വാല്യൂ കിട്ടും എന്നുള്ള കാര്യം അല്ലേ. റോൾ ഇൻ സോഷ്യൽ ജസ്റ്റിസ്, കളക്റ്റീവ് മൂവ്മെന്റ്സ് ലൈക്ക് ചിപ്കോ മൂവ്മെന്റ് അല്ലേ. ചിപ്കോ മൂവ്മെന്റ് അറിയാലോ, നമ്മൾ മോഡേൺ ഡേയിലും ഒക്കെ പഠിക്കുന്നതാണ്, എൻവയോൺമെന്റിലും ഒക്കെ പഠിക്കുന്നതാണ്. സോ വി നോ ഹൗ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ലൈക്ക് അവിടെയുള്ള എല്ലാവരും അത് ഒന്നിച്ച് ചെയ്തു അല്ലേ. സോ ആ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ചിപ്കോ മൂവ്മെന്റ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ലൈക്ക് സൊസൈറ്റി ഒന്നിച്ചെന്ന ഒരു കാര്യമാണ്, സൊസൈറ്റി ഒന്നിച്ചെന്നായിട്ട് നമുക്ക് പറയാം. ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. പേട്രിയാക്കി പരിപാടിയെല്ലാം നമ്മൾ പഠിക്കുന്നത് അവിടുന്ന് തന്നെയാണ് അല്ലേ. നല്ല ചീത്ത വിളിയും അതും എല്ലാം നമ്മൾ പഠിക്കുന്നത് സൊസൈറ്റിയിൽ നിന്ന് തന്നെ പഠിക്കാറുണ്ട് അല്ലേ. ആ റേസിസം, ജാതി സ്പിരിറ്റ്, അതും എല്ലാം നമുക്ക് അവിടെ നമുക്ക് പറയാം. സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളതനുസരിച്ചിരിക്കും. ഓക്കെ, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഡ്യൂ ടു ദ ഡൈവേഴ്സിറ്റീസ്. ലോഡഡ് വിത്ത് വാല്യൂസ് അല്ലെ, ഒരുപാട് വാല്യൂസ് ലോഡഡ് ആകുമ്പോൾ നമ്മൾ കുട്ടികൾ എന്ന രീതിയിൽ കുട്ടികളെ ചിന്തിക്കും, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള രീതിയിൽ അവർക്കും ഡൗട്ട് വരാം. So despite all this, there is no way that the role of society in developing and inculcating values in an individual can be undermined. So കൺക്ലൂഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കുന്നു. സോ ഹ്യൂമൻ വാല്യൂസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളും അതെങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളതുമാണ്. അഡ്രസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ആ തീംസ് ഐഡന്റിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന നോട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ PDF ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡു ചെക്ക് ഔട്ട്. ഞാൻ ആ PYQs എല്ലാം അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ക്ലാസ് കഴിഞ്ഞില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എക്സാം ദാറ്റ് വി ക്യാൻ ഡു. സോ അതിനു മുമ്പ് ഐ ഹോപ്പ് യു ആർ മേക്കിംഗ് ദ നോട്ട്സ്. ഓക്കെ, ജസ്റ്റ് ഞാൻ PDF ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ക്ലാസ്സിന്റെ കൂടെ ഇത് പ്രിപ്പയർ ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യാത്തതും. ഐ ഹോപ്പ് യു വെയർ റൈറ്റിംഗ് ദ നോട്ട്സ് ആസ് വെൽ. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എടുത്തോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ദീസ് ആർ ആക്ച്വലി ഞാൻ എൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോട്ട്സ് ആണ്. ആഫ്റ്റർ hours and hours of research on even a single topic. ആൻഡ് ഇപ്പൊ ഈ ഒരു ഹ്യൂമൻ വാല്യൂസ് തന്നെ എടുക്കുവാണെങ്കിൽ ലൈക്ക് ഞാൻ മോർ ദാൻ 2 സോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള അത്യാവശ്യം നല്ല ബുക്സും പ്ലസ് എനിക്ക് ക്ലാസ്സിൽ നിന്നിട്ട് കിട്ടിയ കുറച്ച് എക്സാമ്പിൾസും നോളജും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ നോട്ടിന്റെ ക്വാളിറ്റിയിൽ ഐ ആം പ്രിറ്റി മച്ച് കോൺഫിഡൻറ്റ് ഹിയർ. ആൻഡ് തീംസ് ഐഡന്റിഫൈ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് അധികാരം ചെയ്യാത്തൊരു കാര്യമാണ്, ആൻഡ് നമ്മുടെ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. സോ മേക്ക് യൂസ് ഓഫ് ദീസ് നോട്ട്സ് ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ നോട്ട് എഴുതി പോകുന്ന തന്നെ വിചാരിക്കുക. ചിലപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇനി കാണുമെന്ന് കണ്ടിട്ട് ഇത് വീണ്ടും എഴുതുക എന്നൊക്കെ ഉള്ളത് ഹാർഡ് കാര്യമാണ്. സോ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഓക്കെ, സോ യാ, ഇനി ഈ പാഠത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ആ സിലബസ് നോക്കുമ്പോൾ ആദ്യത്തെ ഭാഗം ലൈക്ക് ദ ഹ്യൂമൻ വാല്യൂസ് ലെസൺസ് ഫ്രം ദ ലൈഫ്സ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ്. ഇത് ആക്ച്വലി സെയിം സാധനം മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് വേറെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പാഠത്തിൽ അത് കാണാൻ.
ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. പിന്നെ ഇതിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഹ്യൂമൻ വാല്യൂസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി. അതായത് പെർസീവിയറൻസ്, ട്രസ്റ്റ്വർത്തിനെസ്, ഇന്റഗ്രിറ്റി, അങ്ങനെ ഓരോ വാല്യൂ തന്നിട്ട് ഒരു 3 വാല്യൂ തന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ലൈക്ക് 10 മാർക്ക് ചോദ്യമായിരിക്കും, അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ, ഒരു പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ, അല്ലെങ്കിൽ കറണ്ട് ലെവൽ എക്സാമ്പിൾ, അങ്ങനെ 3-4 എക്സാമ്പിൾ എഴുതാൻ ഉള്ള സ്പേസേ അതിന് കിട്ടത്തുള്ളൂ. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 3 to 5 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിടും. സോ അത് എല്ലാ വാല്യൂസും ഒന്നിച്ചൊരു ക്ലാസ് എടുത്ത് ദാറ്റ് വിൽ ബി സോ ബോറിങ് ആൻഡ് ഭയങ്കര ടെക്നിക്കലായിട്ടൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഒരു 3-5 മാക്സിമം 5 മിനിറ്റ് അതിനുള്ളിൽ വരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എന്നോട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പുള്ളിയും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പരിപാടി തുടങ്ങും. ഏതാണ്ട് ഒരു 50-60ഓളം വാല്യൂസ് ആണ് നമ്മളത് ആ രീതിയിൽ നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ അതിന്റെ നോട്ട് എഴുതി പോവുക. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നോട്ടാക്കി വെക്കുക. ഓക്കെ, സോ അത് നല്ല പരിപാടി ആയിരിക്കും. ലൈക്ക് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എത്തിക്സ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾ ആക്കൂ എന്നുള്ളതൊക്കെ അതിൽ കാണും. സോ നമുക്കൊരു തിങ്കിങ് പാറ്റേൺ, ആ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു തിങ്കിങ് പാറ്റേൺ എങ്ങനെ പോകുമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, യാ, അത് കുറച്ച് സെഷൻസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വർക്കാവും. ജസ്റ്റ് അത് നോട്ട് മാത്രം എഴുതി പോകാതെ ആ ക്ലാസ്സസും കൂടി കേൾക്കുമെന്ന് ഉറപ്പാക്കുക. സോ പോകരുത്, there's a value addition, വെയിറ്റ്. സോ നിങ്ങളിപ്പോൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം, ലൈക്ക് ഒരു ജെയിംസ് ഗുഡാൾ, ഷി വാസ് എ പ്രൈമറ്റോളജിസ്റ്റ് അല്ലേ. ഷി വാസ് എ പ്രൈമറ്റോളജിസ്റ്റ്. നമ്മൾ പണ്ട് ഡിസ്കവറി ആൻഡ് ചാനൽസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ലൈക്ക് ഒരു ചിമ്പാൻസി അതിന്റെ റെസ്ക്യൂ, ലൈക്ക് അതിനെ തിരിച്ച് വയലിലോട്ട് റിലീസ് ചെയ്യാൻ നേരത്ത് ലൈക്ക് ചിമ്പാൻസി കമ്മിങ് ബാക്ക് ആൻഡ് ഹഗ്ഗിങ് ആ ലേഡി, ആ ലേഡി ആയിരുന്നു ജെയിൻ ഗുഡാൾ. ഷി വാസ് എ പ്രൈമറ്റോളജിസ്റ്റ്. പ്രൈമേറ്റ്സിനെ പറ്റിയുള്ളായിരുന്നു പുള്ളിയുടെ മെയിൻ സ്റ്റഡീസും. ചിമ്പാൻസീസ് ആയിരുന്നു പുള്ളിയുടെ മെയിൻ വർക്കും. പുള്ളിയെ ഫേമസ് ആക്കിയതും ചിമ്പാൻസീസിലുള്ള വർക്കായിരുന്നു. ഓക്കെ, സോ ആസ് എ ട്രിബ്യൂട്ട് ടു ആൻഡ് പുള്ളിയുടെ വാല്യൂസ് ഒക്കെ നമുക്കും എംബ്രേസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് വി ക്യാൻ കോട്ടർ ഇൻ അവർ ആൻസേഴ്സ്. സോ യാ, സോ പുള്ളിയുടെ കമ്പാഷൻ, ഡെഡിക്കേഷനും ഒക്കെ കാരണമാണ് പുള്ളി ഇപ്പൊ എത്തിയേക്കുന്ന നിലയിലെത്തിയതും പുള്ളിക്ക് ആ അച്ചീവ്മെന്റ്സും ആ സ്റ്റഡീസും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചത്. ആൻഡ് നമുക്ക് എക്സാമ്പിൾസ്, കമ്പാഷൻ്റെ ഡെഡിക്കേഷൻ്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് അത് എഴുതാൻ പറ്റും. പേഷ്യൻസിന്റെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അത് പഠിക്കുക എന്നൊക്കെ വെച്ചാൽ ലൈക്ക് ഷീ വെന്റ് ടു ലീവ് വിത്ത് ദ ചിമ്പാൻസി ഫാമിലി അല്ലേ. ചിമ്പാൻസിയുടെ ആ കൂട്ടത്തോടെ മാസങ്ങളോ, ഏതാണ്ട് 3 മാസം 4 മാസം ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ജീവിച്ചാണ് പുള്ളി ഓരോന്നും പഠിച്ചെടുത്തത്. സോ ആ പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് ആസ് ആസ്പിറൻസ് വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ കോട്ട് ഇറ്റ് ആസ് examples in our answer to embrace the lady. And yeah, one more point that we can add here is she was a path breaker. അതായത് പുള്ളിക്ക് ഒരു ഫോർമൽ ഡിഗ്രി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഷീ ഗോട്ട് അഡ്മിഷൻ ഫോർ PG ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്. ഓക്കെ, സോ അത് പുള്ളിയുടെ ആ വർക്ക്, പുള്ളി ആ ഫീൽഡിൽ നേടിയെടുത്ത നോളജ് കാരണമാണ് പുള്ളിക്ക് ആ അഡ്മിഷൻ കൊടുത്തത്. ആൻഡ് ഷി വാസ് എ പാഷന്റെ കാര്യത്തിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ ഒരു പ്രൊഫഷൻ നേടിയെടുക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യങ്ങളല്ല അത്. ആൻഡ് ആസ് എ വുമൻ അറ്റ് ദാറ്റ് ടൈം അതിലോട്ട് വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സോ ഷീ ഡിഡ് ഇറ്റ്, ഷീ മേക്ക് ഇറ്റ്. യാ, സോ നമുക്ക് ആസ് ആസ്പിറൻസ് നമുക്ക് വി ക്യാൻ പേ ഹർ ട്രിബ്യൂട്ട് ബൈ ഓണറിംഗ് ഇൻ അവർ ആൻസേഴ്സ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.